ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ദിവ്യകാരുണ്യ തിരുനാളിൽ സഭ നമുക്ക് നൽകുന്ന സുവിശേഷ ഭാഗം ലൂക്ക 9:11 മുതൽ 17 വരെ. ദിവ്യകാരുണ്യ തിരുനാൾ ആഘോഷിക്കുന്ന വേളയിൽ വായനയ്ക്കും വിചിന്തനത്തിനുമായി തിരുസഭ നമുക്ക് നൽകുന്ന വചനഭാഗം ലൂക്കാ സുവിശേഷകൻ വിവരിക്കുന്ന 5000 പേർക്ക് യേശു അപ്പം മുറിച്ച് നൽകുന്ന സംഭവമാണ്. ഈ സംഭവം 4 സുവിശേഷങ്ങളിൽ ലഭ്യമാണ്. 4 സുവിശേഷകരും യേശുവിൻ്റെ ഗലീലിയൻ ശുശ്രൂഷയിൽ ഉൾപ്പെടുത്തി വിവരിച്ചു കാണുന്ന ഏക അത്ഭുതം അപ്പം വർദ്ധിപ്പിക്കൽ അത്ഭുതമാണ്. കൂടാതെ മർക്കോസും മത്തായിയും 4000 പേർക്ക് അപ്പം വർദ്ധിപ്പിച്ച് നൽകുന്ന അത്ഭുതം കൂടി രേഖപ്പെടുത്തുന്നുമുണ്ട്. ഈ 2 സംഭവങ്ങളെയും 5000 പേർക്ക് അപ്പം നൽകിയതും 4000 പേർക്ക് അപ്പം നൽകിയതും യേശു വലിയൊരു ജനക്കൂട്ടത്തിന് ഭക്ഷണം നൽകി തൃപ്തിപ്പെടുത്തിയതിൻ്റെ വ്യത്യസ്തമായ ആവിഷ്കാരങ്ങളായിട്ട് വേണമെങ്കിൽ കാണാവുന്നതാണ്. ഇതോടൊപ്പം നാം മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത, ലൂക്ക തൻ്റെ രചനയ്ക്കായി മർക്കോസിനെ ആശ്രയിക്കുന്നുണ്ടെങ്കിലും ചില വ്യത്യാസങ്ങൾ തൻ്റേതായി ഇവിടെ വരുത്തുന്നുണ്ട്. ഉദാഹരണമായി, ഒന്ന്, യേശുവും ശിഷ്യരും അത്ഭുതത്തിന് മുന്നോടിയായി ഒരു വിജന സ്ഥലത്തേക്ക് യാത്രയായി എന്ന് മർക്കോസ് രേഖപ്പെടുത്തുമ്പോൾ, യേശു ശിഷ്യരെ ബെത്സദായിലേക്ക് നയിക്കുന്നതായിട്ടാണ് ലൂക്ക രേഖപ്പെടുത്തുന്നത്. 2, യേശുവിന് ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നി എന്നതും അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെയൊക്കെയാണ് എന്ന് യേശു പറഞ്ഞതും മർക്കോസ് രേഖപ്പെടുത്തുമ്പോൾ ലൂക്ക ഈ വിവരണങ്ങൾ ഒഴിവാക്കുന്നു. അവരുടെ ദൈവശാസ്ത്രത്തിന് യോജിച്ചവ ഉൾച്ചേർക്കുകയും ഒഴിവാക്കുകയും ചെയ്യുന്നുവെന്ന് വേണം നാം മനസ്സിലാക്കാൻ. യേശു അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം പഴയ നിയമ ഗ്രന്ഥങ്ങളിലെ 2 അപ്പം നൽകൽ സംഭവങ്ങളുമായി ബന്ധിക്കാവുന്നതാണ്. ഒന്ന്, മരുഭൂമിയിൽ വെച്ച് ദൈവം ഇസ്രായേലിയർക്ക് ഭക്ഷണം നൽകിയത്, പുറപ്പാട് 16. മരുഭൂമിയിൽ ഇസ്രായേലിയരെ ദൈവം തീറ്റിപ്പോറ്റിയ സംഭവം 4-ാം സുവിശേഷകനാണ് അർത്ഥപൂർണവും പ്രസക്തവുമായി രേഖപ്പെടുത്തുന്നത്. എങ്കിലും വിജനദേശത്ത് ബെത്സദായിൽ യേശു അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം പുറപ്പാട് സംഭവത്തിലെ അപ്പം നൽകലുമായി സമാനതകൾ പങ്കിടുന്നുണ്ട്. 2, 20 അപ്പം കൊണ്ട് 100 പേരെ എലീശാ പ്രവാചകൻ തീറ്റിപ്പോറ്റിയത്, 2 രാജാക്കന്മാർ 4:42 മുതൽ 44 വരെ. തനിക്ക് ലഭിച്ച അപ്പം വിശപ്പ് അനുഭവിച്ചിരുന്ന ആൾക്കൂട്ടത്തിന് നൽകുവാൻ എലീശ കൽപ്പിക്കുന്നു. യേശുവും ജനക്കൂട്ടം നൽകിയ അപ്പം വർദ്ധിപ്പിച്ച് വിശന്നു വലഞ്ഞ വലിയൊരു ജനക്കൂട്ടത്തെ തൃപ്തനാക്കുന്നു. ഈ 2 സംഭവങ്ങളിലും മറ്റൊരു സമാനത കൂടിയുണ്ട്. മരുഭൂമിയിലെ അപ്പം, മന്ന, ഭക്ഷിച്ചതിന് ശേഷവും എലീശ പ്രവാചകൻ നൽകിയ അപ്പം ഭക്ഷിച്ചതിന് ശേഷവും അവശേഷിക്കുന്ന അപ്പം ശേഖരിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു ജനക്കൂട്ടത്തെ പോറ്റിയതിനു ശേഷവും ശേഷിക്കുന്ന അപ്പക്കഷ്ണങ്ങളും ശേഖരിക്കപ്പെടുന്നതായി സുവിശേഷകൻ രേഖപ്പെടുത്തുന്നുണ്ട്. മരുഭൂമിയിലെ അപ്പത്തിൻ്റെ ശേഖരവും എലീശ നൽകിയ അപ്പത്തിൻ്റെ ശേഖരവും ഇനിയും വിശക്കുമ്പോൾ ജനത്തിന് ഭക്ഷിക്കാമെന്നതിനപ്പുറം മറ്റൊരർത്ഥവും നൽകുന്നില്ല. എന്നാൽ യേശു അപ്പം വർദ്ധിപ്പിച്ച് വിളമ്പിയതിനു ശേഷം ശേഖരിക്കപ്പെടുന്ന അപ്പം ഇനിയും വിശക്കുമ്പോൾ ഭക്ഷിക്കാമെന്നതിനപ്പുറം മറ്റൊരു മർമ്മത്തിലേക്ക് ശ്രോതാക്കളെ കൂട്ടിക്കൊണ്ടു പോകുകയാണ്. അപ്പം വർദ്ധിപ്പിക്കുന്ന വേളയിലെ യേശുവിൻ്റെ പ്രവർത്തികളിൽ 5 ക്രിയകൾ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. 1, യേശു 5 അപ്പം എടുത്തു. 2,
സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി, 3 ആശീർവദിച്ചു, 4 മുറിച്ചു, 5 അവർക്ക് നൽകി. ഇവയിൽ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുന്ന പ്രവൃത്തി പ്രാർത്ഥനയുടെ പൊതുവായ ഒരു അടയാളമാണ്. ഉദാഹരണം ജോബ് 22, 26, 27 വാക്യങ്ങൾ. സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിയ ഒരു പ്രവൃത്തി ഒഴികെ മറ്റു പ്രവൃത്തികളെല്ലാം ആദിമസഭയിൽ അനുവർത്തിച്ചു പോന്നിരുന്ന ദിവ്യബലി ക്രമത്തിൻ്റെ ഭാഗമായിരുന്നു. ഉദാഹരണം മർക്കോസ് 14, 22 മുതൽ 23 വരെ. അതുകൊണ്ട് പിതാവായ ദൈവം പഴയ വാഗ്ദാനങ്ങൾ യേശുവിലൂടെ നിറവേറ്റുകയും ജനത്തെ തീറ്റി തൃപ്തരാക്കുകയും ചെയ്യുന്നുവെന്ന് കാണിക്കുന്ന ഈ അത്ഭുതം ആദിമസഭയ്ക്ക് പരിശുദ്ധ ബലി അർപ്പണത്തിന്റെ അനുഭവം സമ്മാനിച്ചുവെന്ന് വേണം നാം അനുമാനിക്കാൻ. അപ്രകാരം അപ്പം വർദ്ധിപ്പിക്കൽ സംഭവം പിൽക്കാലത്ത് ദിവ്യകാരുണ്യ സ്ഥാപനത്തിലേക്ക് നയിച്ചു. ഈയൊരു പശ്ചാത്തലത്തിൽ വേണം ബാക്കി വന്ന കഷ്ണങ്ങൾ ശേഖരിക്കുവാനുള്ള യേശുവിൻ്റെ ആഹ്വാനം നാം മനസ്സിലാക്കുവാൻ. പ്രിയമുള്ളവരെ, വിശക്കുന്നവർക്ക് അപ്പം നൽകുന്ന ദൈവത്തെയാണ് നാം വചനഭാഗത്ത് അനുഭവിക്കുന്നത്. മുൻകാലത്ത് ദൈവം ഇസ്രായേലിയർക്ക് മരുഭൂമിയിൽ മന്ന ഭക്ഷിക്കാൻ നൽകിയതും എലീശ വഴി വിശക്കുന്നവർക്ക് ആദ്യ ഫലങ്ങളിൽ നിന്നുള്ള ഭക്ഷണം അവിടുന്ന് നൽകിയതും പിൽക്കാലത്ത് യേശു വിജനപ്രദേശത്ത് ജനക്കൂട്ടത്തെ തീറ്റിപ്പോറ്റിയതും ഇതിൻ്റെ സാക്ഷ്യപ്പെടുത്തലുകളാണ്. കൂടാതെ വിശക്കുന്നവർക്ക് യേശു നൽകിയ അപ്പത്തിൽ പരിശുദ്ധ ബലിയുടെ സാധർമ്മവും പ്രകടമാണ്. അങ്ങനെയെങ്കിൽ ദിവ്യബലിയിലുള്ള നമ്മുടെ പങ്കാളിത്തം അപരന്റെ വിശപ്പടക്കുവാനുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടാൻ നമ്മെ പ്രചോദിപ്പിക്കട്ടെ. ദിവ്യബലി നമ്മെ ഐക്യദാർഢ്യത്തിലേക്ക് നയിക്കും, പങ്കുവെക്കലിലേക്ക് നയിക്കും. കാരണം അത് നമ്മുടെ പ്രവർത്തനത്തെ ശാക്തീകരിക്കുന്ന ഒരു ചലനാത്മകത പ്രദാനം ചെയ്യുന്നു. ഏവർക്കും തിരുനാളിൻ്റെ ഭാവുകങ്ങൾ നേരുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.